ബാക്കിയുള്ള 2 ദിവസത്തെ പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ആയിരുന്നു. അടുത്ത 2ാമത്തെ ദിവസം കുറച്ച് സ്പോർട്സും പിന്നെ കുറച്ച് ഡാൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം കളറിങ് കോമ്പറ്റീഷൻ്റെ പരിപാടിക്കാണ് പോയത്. അപ്പം ആദ്യം മിച്ചു പോയായിരുന്നു, എന്നും റെഗുലറി ആയിട്ട് സ്കൂളിൽ പോകുന്ന പോലെ പോയ ശേഷം ഞാൻ അതിനുശേഷം ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. ഞാൻ പോയ സമയത്ത് അവിടെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജിടെക്കിൻ്റെ കളറിങ് കോമ്പറ്റീഷൻ ആയിരുന്നു. പിള്ളേർക്കൊക്കെ പ്രൈസ് കിട്ടിയവർക്കൊക്കെ ബാഗൊക്കെ കൊടുക്കുന്നുണ്ട്. ജിടെക്കിൻ്റെ തന്നെ പേരെഴുതിയ ബാഗാണ് കൊടുക്കുന്നത്. പ്രീ-KG ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പ്രൈസ് ഉള്ളവർക്കും പ്രൈസ് ഇല്ലാത്തവർക്കും ബാഗൊക്കെ കൊടുത്തു. കാരണം അവർ ചെറിയ കുട്ടികളല്ലേ. പിന്നെ ബാക്കി എല്ലാവർക്കും കോമ്പറ്റീഷൻ അനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് അനുസരിച്ചിട്ടാണ് കൊടുത്തത്. മിച്ചുവിന് പ്രൈസ് കിട്ടിയില്ല. അതിൻ്റെ വിഷമത്തിലാണ് മിച്ചു ഓടി വന്ന് എനിക്ക് മാത്രം ബാഗ് കിട്ടിയില്ല എന്നും പറഞ്ഞ് വന്നിട്ട് കരയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കിട്ടാത്തതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിയുടെ പടമാണ് ഇവർക്കൊക്കെ പടം വരയ്ക്കാൻ കൊടുത്തത്, കളർ ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ദേ മിച്ചുവും പിന്നെ മിച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടി വാലിന് നിറയെ ബ്ലാക്ക് അടിച്ച് വെച്ച്. പിന്നെ എങ്ങനെ അവർ പ്രൈസ് കൊടുക്കും? എന്നിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ലാസ്റ്റ് ദേ എല്ലാവരും വിളിച്ച് നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പരിപാടി കഴിഞ്ഞത്. കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. ഇനി വേറൊരു സംഭവമുണ്ട്, മിച്ചുവിന് പ്രൈസ് കിട്ടിയില്ല. പ്രൈസ് കിട്ടാത്ത കാരണം മിച്ചു അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ മിച്ചുവിൻ്റെ ഫ്രണ്ടാണ് അതായത് ബെസ്റ്റ് ഫ്രണ്ട് റിസ്വാൻ്റെ വാപ്പയാണ് ജിടെക് നടത്തുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ റിസ്വാന് കിട്ടിയ പ്രൈസ് എന്ത് ചെയ്ത് മിച്ചുവിന് കൊടുത്ത്. ആ കരഞ്ഞു കിട്ടിയ പ്രൈസ് വെച്ചിട്ടാണ് മിച്ചു ഇപ്പം ഈ ഷോ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്നത്. അതായത് ആ ബാഗിനകത്ത് ഒരു ബുക്കും പെന്നും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പം ഈ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കരഞ്ഞു കിട്ടിയ സമ്മാനം. ഇനി അടുത്ത ദിവസം കലോത്സവമാണ്. കലോത്സവത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിന് ഞാനും മിച്ചു ഒരുമിച്ചാണ് പോയത്. എല്ലാവരും കളർ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത്. അവർക്ക് വെനസ്ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സ്. മിച്ചു എൻ്റെ കൂടെയാണ് പോയതെങ്കിലും അവിടെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് പോയി. 3 പ്രോഗ്രാമിന് മിച്ചു ഉണ്ട്. അപ്പോൾ അതിന് പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ കയറിയത്. ആദ്യത്തേത് മാപ്പിളപ്പാട്ടിനാണ് ഉണ്ടായിരുന്നത്. മാപ്പിളപ്പാട്ട് എന്തായാലും പകുതി വെച്ചിട്ട് മിച്ച് മറന്നുപോയി. അതിൻ്റെ ഒരു ടെൻഷനും വിറയലും, അതായത് അല്ലാതെ വീട്ടിൽ വെച്ചൊക്കെ അടിപൊളിയായിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. സ്റ്റേജ് എത്തിയപ്പോൾ പുള്ളിക്കാരൻ മറന്നുപോയി. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മിച്ച്, കോമ്പറ്റീഷൻ അല്ലേ, പങ്കെടുത്തല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം കഥ പറയുന്നതിനാണ് ഉണ്ടായിരുന്നത്. പണ്ടൊരു കാട്ടിൽ ഒരു നന്നതുണ്ടു. നടന്നു പോയപ്പോഴാണ് വെള്ളം പഴങ്ങൾ നട്ടിപ്പിക്കുന്നത്. അവിടെ നടന്നു പോയ ഉറുമ്പിന്റെ ഭക്ഷണം. നല്ലോണം പാട്. ആന വെപ്രാളം കൊണ്ട് ഓടി. വെപ്രാളം കൊണ്ട് ഓടി.
ടുണ്ടുവാനയുടെ കഥ വീട്ടിൽ വെച്ച് അടിപൊളിയായിട്ട് പറയുമായിരുന്നു. പക്ഷേ സ്റ്റേജ് എത്തിയപ്പോൾ പുള്ളിക്കാരൻ മറന്നുപോയി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ സെക്കൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ചല്ലോ, അതുകൊണ്ട് സെക്കൻഡ് കിട്ടി. മറന്നു പോലെ പറഞ്ഞ ഷൂസും തോക്കും. അങ്ങനെ 2 പ്രോഗ്രാം കഴിഞ്ഞ് ഇനി മിച്ചുവിന് ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഫാൻസി ഡ്രസ്സാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മിച്ചു റെഡിയാവാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞു എന്തായാലും ഒന്ന് റെഡിയാക്കി നിർത്താൻ പറഞ്ഞു. അപ്പോൾ നമ്മളിതാ റെഡിയാവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മിച്ചു ക്ലാസ്സിൽ കിടന്ന് ഒരേ ഷോ ഓഫായിരുന്നു കേട്ടോ. ഇതാ മിച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ഷോ ഓഫായിരുന്നു. പെൺപിള്ളേരൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കണുണ്ട്. മസിലൊക്കെ കാണിച്ച് ഒരേ ഷോ ആയിരുന്നു. അതിൽ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോയി മിച്ചുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട. എന്നിട്ട് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഉടനെ പ്രോഗ്രാം തുടങ്ങും. അപ്പോൾ ഇത് ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്ട്രോബെറിയും പൈനാപ്പിളും ഒക്കെ ആയിട്ട് റെഡിയായൊക്കെ നിന്നിട്ടുണ്ട്. കൃഷ്ണനും കുചേലനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും സെപ്പറേറ്റ് ആയിരുന്നു, എന്നാലും ഒരുമിച്ച് നിർത്തി ഫോട്ടോയൊക്കെ എടുത്തതാണ്. അപ്പോൾ ഈ പട്ടാളക്കാരനെ നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കാം. മിച്ചുവിൻ്റെ ഫാൻസി ഡ്രസ്സ് കോമഡി ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതേ വെളിയിൽ നല്ല മഴയായിരുന്നു. വീട്ടിൽ പോകാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല.